എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു സാലഡാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ്. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ഞാനിത് വെജിറ്റബിളിൻ്റെ വേർഷനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ അതിനകത്ത് ചിക്കനോ മട്ടനോ അല്ലെ ബീഫോ മുട്ടയോ എന്ത് ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്കത് നോൺ വെജ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, സിമ്പിളാണ്, കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്ക് കാണാം. അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇന്നലെ ബ്രോക്കോളി മെഴുക്ക് പുരട്ടിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം വ്യൂസ് ഒന്നും അതിന് കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ അത് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി അതൊന്ന് കാണുകയൊക്കെ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കുസ്കുസ്. നമ്മുടെ റവ പോലെ ഇരിക്കും. ഇത് റവയുടെ മറ്റൊരു വകഭേദമാണ്. ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. കുസ്കുസ് കൊണ്ട് എന്ത് സാധനം വേണമെങ്കിലും ഞാനിപ്പോൾ കുസ്കുസ് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ. 250 ml വെള്ളം കൊള്ളുന്ന കപ്പിന് 1 കപ്പ് കുസ്കുസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ. ഒരു കപ്പ് ഞാൻ ഇതിൽ ഒഴിച്ചു കേട്ടോ. ഇത് കണ്ടല്ലോ, അതിൻ്റെ നെകക്കയും പിന്നെ ഒരു ശക്കലം കൂടെ നിൽപ്പുണ്ട്. ഇതിങ്ങനെ നമ്മൾ മൂടി വെച്ചിരിക്കുക. ഇതിങ്ങനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് കുതിർന്ന് അത് പാകത്തിന് വെന്ത് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനായിട്ട് അതിരിക്കും. ഇപ്പം തന്നെ കണ്ടല്ലോ, അത് സോക്ക് ചെയ്ത് വരുന്നുണ്ട്, അതിൻ്റെ വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ നോക്കുമ്പോഴേക്ക് അത് വെന്ത് കുതിർന്നിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി സാലഡിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ കുസ്കസിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 2 തരത്തിലുള്ള ക്യാപ്സിക്കം, ഒരു ടൊമാറ്റോ, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി, നാരങ്ങ നീരാണ് നമുക്ക് ആവശ്യം, പിന്നെ ക്യാരറ്റ്, ക്യൂക്കുംബർ, ഇത്രയാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ചിക്കനോ മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ചൂണ ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതന്നെ നമ്മുടെ സാലഡിൻ്റെ സാധനങ്ങൾ ഞാനിവിടെ അരിഞ്ഞെടുക്കാനായിട്ട് പോകണേ. കുക്കുംബറിൻ്റെയൊക്കെ തൊലി ഞാനങ്ങോട്ട് കളഞ്ഞു. കാരണം ചില സമയത്തത് കഴിക്കും. പിന്നെ ചെറുതായിട്ട് അതിനെ അരിയുക. ഇച്ചിരി കൂടെ ഒന്ന് ചെറുതാക്കിയേക്കാം. എനിക്കിപ്പോൾ ഇത് മുഴുത്തായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പിള്ളേർക്കൊക്കെ ചെറുതായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞുറുക്കിയിടണേ. ഇതിപ്പോൾ നമുക്ക് ലഞ്ചിന് ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതായത് പിള്ളേർക്ക് നാളെ ലഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇന്ന് നൈറ്റിൽ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടിരുന്നോളും. മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തണുത്ത് നല്ല ടേസ്റ്റ് ആയിട്ടിരുന്നോളും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. ഒരു മുട്ട പുഴുങ്ങി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തുവിടാൻ പറ്റും. അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും കൂടെ ഉള്ളതാണ്. മുട്ട പുഴുങ്ങിയത് കൊണ്ടുപോയി കഴിക്കാം. ചിക്കൻ ബോയിൽ ചെയ്തിട്ട് അതിനകത്തൊരല്പം കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് ബോയിൽ ചെയ്ത് ചിക്കൻ പിച്ചി എടുത്ത് അതും ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. അതും നല്ലതാണ്. ക്യാരറ്റിനെ ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് നമ്മളതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് കീറി തിരിച്ചിങ്ങനെ വെച്ചിട്ട് ഒരു കട്ടിങ് കൂടെ കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ചെറുതാവും. ഓക്കെ, അടുത്തത് നമ്മുടെ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഗ്രീന്. ഏതെല്ലാം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർത്തോളുക. അപ്പോൾ ഇതേണ്ട നമ്മുടെ വെജിറ്റബിൾസ് കംപ്ലീറ്റ് ഞാൻ അരിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ കുസ്കുസ് എടുത്തുകൊണ്ട് വരാം. ഇതപ്പം അങ്ങോട്ട് മാറിയിരിക്കട്ടെ. കണ്ട കുസ്കുസ് കുതിർന്ന് ഇരിപ്പുണ്ട്. ഇതൊന്ന് പൊക്കിയെടുക്കുക. ഇത് നമ്മൾ ഈ ചോറൊക്കെ വറ്റിച്ചെടുക്കുന്നെന്ന് പറഞ്ഞ പോലെ വെന്ത്
ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ നനവോട് കൂടിയിരിക്കും. 1 ഗ്ലാസ്സിന് 1 ഗ്ലാസ് കൃത്യം ഒഴിക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സ്വല്പം കൂടെ വേണം നിങ്ങൾക്ക് ഒഴിച്ചുകൊള്ളുക. ചിലപ്പോൾ കുസ്കുസ് ഓരോ ബ്രാൻഡ് മേടിക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം കാണും. അങ്ങനെയാണെങ്കിൽ ഒരു ശകലം കൂടെ ഒഴിച്ച് വെക്കുക. ഇതിപ്പോൾ നല്ല കൃത്യം പാകത്തിനായിരിക്കും. നന്നായിട്ട് വെന്ത് ഇതുണ്ടോ, നന്നായിട്ട് വെന്ത് വെള്ളമില്ലാണ്ടായിരിക്കുന്നു കേട്ടോ. ഇത് കൃത്യമാണ്. നമുക്കിതിനെ ഈ പാത്രത്തിലോട്ട് പൊടിഞ്ഞിടാം. ഇതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞ്. ഓക്കെ, അപ്പം 3 പേർക്കുള്ള ലഞ്ചാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് 3 പേർക്കും കൂടെ കൊടുത്തു വിടാനായിട്ടുള്ള ലഞ്ച്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കുഴഞ്ഞിരിക്കുക. ഇതിപ്പോൾ ഒന്നൊന്നേ പിടിക്കാണ്ട് നന്നായിട്ട് കട്ട ഇങ്ങനെ കൈകൊണ്ട് ഉടച്ച് കളഞ്ഞോളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുസ്കുസ് റെഡിയായി. ഇനി നമുക്ക് വെജിറ്റബിൾസ് കംപ്ലീറ്റ് ഇതിലേക്ക് ഇടാം, മിക്സ് ചെയ്യാം. ക്യുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാപ്സിക്കം, 2 കളർ, വെരി ഹെൽത്തി. ആവശ്യത്തിന് ഉപ്പ്. ഉപ്പൊന്നും കൂടിപ്പോകാൻ പാടില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി എന്താണെന്നറിയാമോ, ഇനി അടുത്തത് നമുക്ക് നാരങ്ങ നീരാണേ. ഈ നാരങ്ങ നീര് ഇതിൻ്റെ കുരുവില്ലാണ്ടൊന്ന് പിഴിഞ്ഞ് വെച്ച് വെക്കുക. കുരുവിനിടയ്ക്ക് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കും. അതുകൊണ്ട് കുരുവില്ലാതെ വേണം ഇടാൻ. പുളി ഓവറായി പോകാൻ പാടില്ല. ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കണം. അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് അങ്ങോട്ട് തണുപ്പിച്ച് കഴിക്കുക. ഇപ്പോൾ ലഞ്ച് ബോക്സിലാക്കി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. ലഞ്ചിൻ്റെ സമയത്ത് ഇതെടുത്ത് കഴിക്കാനായിട്ട് നമുക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ മുട്ട പുഴുങ്ങിയത് കൊടുത്ത് കൊണ്ടുപോവുക. ചിക്കന്, ട്യൂണ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറച്ചിയോ മീനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കറിയോ അതിൻ്റെ എന്തെങ്കിലും ഒരു പീസോ ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഉത്തമ ആഹാരമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കിതിനാലൊന്നും വേണ്ടത് ഇത്രയും നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതി. എൻ്റെ കാര്യം കുശാലായി. ഇതിപ്പോൾ 3 പേർക്കല്ല കേട്ടോ, 3 പേരിൽ കൂടുതൽ കഴിക്കും. ഞാൻ 3 പേർക്കുള്ള ലഞ്ചായിട്ട് ഉണ്ടാക്കും. മിച്ചമുണ്ടെങ്കിൽ ഞാനും കഴിക്കുമല്ലോ. സൂപ്പർ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ലഞ്ച് ബോക്സിലാക്കിയും കൂടെ കഴിക്കും. അപ്പോൾ ഇതാണ് ഒരാളുടെ ലഞ്ച് ബോക്സ്. ഞാനിതിനകത്ത് ഇറച്ചി മീനൊന്നും കൊടുക്കുന്നില്ല. അവർക്ക് ഇങ്ങനെ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കൊരല്പം ഒലിവ് ഓയിലും ചേർക്കാം. ഒലിവ് ഓയിൽ ചേർത്താലും ഡയറ്റിങ്ങുകാർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഒലിവ് ഓയിലൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരിയുടെ ഒരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. നമുക്കിതിനാലൊന്നും വേണ്ട, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഇത് ഒരാളുടെ ലഞ്ചായി. അടച്ചു. ഓക്കെ, അപ്പോൾ അടുത്ത ആളുടേതുമായി. ഇത് ഇച്ചിരി ഏറെ കഴിച്ചെന്നോർത്തോണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് മുഴുവൻ തന്നെ വെജിറ്റബിൾ അല്ലേ. അപ്പം ഇത് സെക്കൻഡ് ലഞ്ച് ബോക്സ് റെഡി. ഇത് കുഞ്ഞിപ്പെണ്ണിൻ്റെ ലഞ്ച് ബോക്സ്. അവൾക്ക് അത്രയും മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ 3 പേരുടെയും ലഞ്ച് തലേന്ന് തന്നെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.